കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന രാത്രി ചർച്ച നിയന്ത്രിച്ചത് ഏഷ്യാനെറ്റിലെ മുതിർന്ന ജേർണലിസ്റ്റായ വിനു വി ജോണാണ്. ഈ ചർച്ചയെക്കുറിച്ചും ചർച്ച നിയന്ത്രിച്ച വിനു വി ജോണിനെ കുറിച്ചും PV അൻവറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. രൂക്ഷമായ ഭാഷയിലാണ് വിനു വി ജോണിനെ PV അൻവർ വിമർശിക്കുന്നത്. ചർച്ച നടക്കട്ടെ, ഇനിയും കാണാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ. എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ PV അൻവർ വിമർശിക്കേണ്ടി വന്നത്? അതും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത 4 പേരുണ്ട്. ആ 4 പേരും പ്രഖ്യാപിത ഇടതുപക്ഷ വിരുദ്ധരാണ്, പ്രഖ്യാപിത PV അൻവർ വിരുദ്ധരാണ്. ഇങ്ങനെ PV അൻവർ വിരുദ്ധരെ മാത്രം അണിനിരത്തിക്കൊണ്ട് ഒന്നിച്ചിരുത്തി PV അൻവർക്കെതിരെ ചർച്ച നടത്തി എന്നാണ്. PV അൻവറെ ഗുണ്ട എന്ന് പോലും വിളിച്ചു എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുത്തത് അതും കൂടി പരിശോധിച്ച് നമുക്ക് PV അൻവറുടെ പോസ്റ്റിലേക്ക് വരാം. ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുത്തത്? ഒന്ന്, KP നൗഷാദ് അലി, കോൺഗ്രസ് നേതാവാണ്. PV അൻവറിന് എതിരെ നിരന്തരം പറയുന്ന ആൾ തന്നെയാണ്. അത് രാഷ്ട്രീയമായി PV അൻവറിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ് KP നൗഷാദ് അലി. അതിനുശേഷം ജോസഫ് മാത്യു, അറിയപ്പെടുന്ന പിണറായി വിരുദ്ധ പക്ഷത്തിന്റെ വക്താവാണ് ജോസഫ് മാത്യു. നേരത്തെ VS അച്യുതാനന്ദനോടൊപ്പം ഉണ്ടായ ആളാണ്. അന്നു മുതൽ ഇന്ന് വരെ പിണറായി വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ച ആൾ. PV അൻവറിന് എതിരെ നിലപാടെടുക്കുന്ന ആൾ തന്നെയാണ് ജോസഫ് മാത്യു. പിന്നീടുള്ളത് KC ഉമേഷ് ബാബു. KC ഉമേഷ് ബാബു സമാന സ്വഭാവമുള്ള ആൾ തന്നെയാണ്. എന്താണോ ജോസഫ് മാത്യു അത് തന്നെയാണ് KC ഉമേഷ് ബാബു. ഒരേ നിലപാട് ഉള്ള ആളുകൾ. അടുത്ത ആളാണ് NP ചെക്കുട്ടി. NP ചെക്കുട്ടിയും നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായ ആൾ തന്നെയാണ്. KC ഉമേഷ് ബാബുവിനെ പോലെ ജോസഫ് മാത്യുവിനെ പോലെ ഇടതുപക്ഷത്ത് തന്നെ ഉണ്ടായ ആൾ തന്നെയാണ് NP ചെക്കുട്ടിയും. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് മാറി ഒരു വലതുപക്ഷ നിരീക്ഷകനായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഇടതുപക്ഷമാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിലും പിണറായി വിരുദ്ധ പക്ഷത്ത് തന്നെയാണ്, PV അൻവർ വിരുദ്ധ പക്ഷത്ത് തന്നെയാണ് NP ചെക്കുട്ടിയും എന്ന കാര്യത്തിലും സംശയമേ ഇല്ല. അതാണ് PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നതും. മറ്റൊന്ന് ശ്രീജിത്ത് പണിക്കറാണ്. ശ്രീജിത്ത് പണിക്കർ എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സംഘപരിവാർ അനുകൂലിയാണ്. ഇങ്ങനെ PV അൻവറിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും കൂട്ടിയിരുത്തി വിനു വി നടത്തിയ ചർച്ചയെക്കുറിച്ചാണ് PV അൻവർ ഫേസ്ബുക്കിലൂടെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്: ഏഷ്യാനെറ്റിലെ ജഡ്ജി വിനുവിൻ്റെ ഇന്നത്തെ ചർച്ച. ഇന്നത്തെ എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഇട്ട പോസ്റ്റ് ആയതുകൊണ്ടാണ്, ചർച്ച കഴിഞ്ഞ ഉടനെ ഇട്ട പോസ്റ്റാണ്, അതുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച എന്ന് PV അൻവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റോറി ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസമാണ്, സെപ്റ്റംബർ 24-നാണ്. അതുകൊണ്ട് ആണ് ഇന്നലത്തെ അന്തിച്ചർച്ച, രാത്രി ചർച്ച എന്ന് ആമുഖമായി പറയാൻ ഇടയായത്. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. ഏഷ്യാനെറ്റിലെ ജഡ്ജി വിനുവിൻ്റെ ഇന്നത്തെ അന്തിച്ചർച്ച പലരും ശ്രദ്ധയിൽപ്പെടുത്തി. സാധാരണ ഒരു വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങളുള്ള ആളുകളെയാണ് പാനലിൽ ഉൾപ്പെടുത്തുക. ഒന്നുകൂടി വായിക്കാം. ഏഷ്യാനെറ്റിലെ ജഡ്ജി വിനുവിൻ്റെ ഇന്നത്തെ അന്തിച്ചർച്ച പലരും ശ്രദ്ധയിൽപ്പെടുത്തി. സാധാരണ ഒരു വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങളുള്ള ആളുകളെയാണ് പാനലിൽ ഉൾപ്പെടുത്തുക. എന്നാൽ ഇന്ന് അവതാരകൻ വിനു ഉൾപ്പെടെ 4-5 പേർ കൂട്ടം കൂടിയിരുന്നാണ് PV അൻവറിനെ ഗുണ്ടയാക്കാൻ വേണ്ടി വിയർപ്പൊഴുക്കുന്നത്. ഒരു പരാതിയുമില്ല, നീയൊക്കെ തുറന്നോളൂ, പട്ടിവില ഇവിടെ ആരും തരാൻ പോകുന്നില്ല, ഇതൊന്നും കണ്ട് തകരാനും പോകുന്നില്ല എന്നാണ് ആദ്യത്തെ പാരഗ്രാഫ് PV അൻവറിന്റെ പോസ്റ്റിന്റെ. രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നിലമ്പൂരിലെ വനം വകുപ്പ് യോഗവേദിയിൽ വെച്ച് ഞാൻ അഡ്രസ് ചെയ്തത് ഈ നാട്ടിലെ വലിയൊരു വിഭാഗം നേരിടുന്ന, അവരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ദിനംപ്രതി എന്നവണ്ണം മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന നാടാണ് നമ്മുടേത്. അടുത്ത 1-2 മാസങ്ങൾ മാത്രമാണ് ഇത്തരം വാർത്തകൾ കേൾക്കാതിരുന്നിട്ടുള്ളത്. ആന ചവിട്ടിയും പന്നികുത്തിയും ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ഒരു കുടുംബം കൂടിയാണ് അനാഥമാവുന്നത്. തുച്ഛമായ നഷ്ടപരിഹാരം കൊണ്ട് നികത്താനാവാത്ത നഷ്ടമാണത്. ഇക്കാര്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം. മനുഷ്യജീവനും വിലയുണ്ട്. ഇക്കാര്യമാണ് അന്ന് അവിടെ വ്യക്തമാക്കിയത്. അത് കഴിഞ്ഞുണ്ടായ വിഷയം മുമ്പത്തെ പോസ്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് പരസ്യ പ്രതികരണങ്ങളിൽ ഏർപ്പെടാനില്ലെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രകോപനങ്ങൾ നടത്തിയാലൊന്നും അത് ലംഘിക്കാൻ പോകുന്നില്ല. അതിന് വിനു വി ജോണിൻ്റേതല്ല, ഏതു വലിയ തമ്പ്രാൻ വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നതിൻ്റെ അവസാന പാരഗ്രാഫ് ഇതാണ്: എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് പരസ്യ പ്രതികരണങ്ങളിൽ ഏർപ്പെടാനില്ലെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രകോപനങ്ങൾ നടത്തിയാലൊന്നും അത് ലംഘിക്കാൻ പോകുന്നില്ല. അതിനി വിനു വി ജോൺ എന്നല്ല, ഏതു വലിയ തമ്പ്രാൻ കോഴ്സിലാണ് വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ശരി, ചർച്ചകൾ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. PV അൻവറിനെ പ്രകോപിപ്പിച്ചാൽ വീണ്ടും PV അൻവർ മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രിക്കെതിരെ കൂടി അഭിപ്രായം പറയുമോ എന്നാണ് ഇനിയിപ്പോൾ മാധ്യമങ്ങൾ നോക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയും PV അൻവറിനെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കിട്ടണം. അത് കുറച്ച് ദിവസം ആഘോഷമാക്കണം.
കാരണം റേറ്റിംഗ് ചാനലിനെ സംബന്ധിച്ച്, ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് റേറ്റിംഗ് വലിയ വലിയ പ്രശ്നം തന്നെയാണ്. അതിന് കിട്ടിയ അവസാനത്തെ ഇരയായിരുന്നു PV അൻവർ. അത് നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ചാനലുകൾ. നേരത്തെ PV അൻവർ ഈ ന്യൂസ് ചാനലുകൾക്കെല്ലാം ഏറ്റവും വെറുക്കപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം റിയൽ എസ്റ്റേറ്റുകാരനാണ് എന്നിങ്ങനെ വളരെ മോശമായ രീതിയിൽ നിയമലംഘകനാണ് എന്നൊക്കെയുള്ള വളരെ മോശമായ രീതിയിൽ വാർത്താ പരമ്പരകൾ തന്നെ കൊണ്ടുവന്ന മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ. ആ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ PV അൻവറിൻ്റെ പിറകെയാണ്. PV അൻവർ ഒരു ദിവസം ഇരുണ്ട് വെളുക്കുമ്പോൾ വിശുദ്ധനായി മാറുന്നു, പ്രിയപ്പെട്ടവനായി മാറുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവനായി മാറി കുറച്ച് ദിവസങ്ങൾ കൊണ്ടു നടന്നു മാധ്യമങ്ങൾ PV അൻവറിനെ. അപ്പോഴാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വരുന്നത്. പരസ്യ പ്രസ്താവന പാടില്ല, അതിൽ നിന്ന് പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രസ്താവന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയത്. അത് തന്നെ PV അൻവറിനോട് പാർട്ടി കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണറിന്റെ ലക്ഷണം കൂടിയാണ്. സാധാരണ പാർട്ടി അങ്ങനെ പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരോടും അഭ്യർത്ഥിക്കാറില്ല. കർശനമായ നിർദ്ദേശം നൽകാറാണ് പതിവ്. അതുതന്നെ PV അൻവറിന് പാർട്ടി നൽകുന്ന, CPIM നൽകുന്ന ഒരു ബഹുമാനത്തിൻ്റെ പ്രതീകമായി ഇവിടെ മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ കുറച്ചു കാലം വളരെ പ്രിയപ്പെട്ടവനായി കൊണ്ടു നടന്നു. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വന്നതിന് ശേഷം PV അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചു, ഇനി ആ വിഷയത്തിൽ ഞാൻ ഇനി ഒരു അഭിപ്രായവും പറയില്ല എന്ന്. അതോടുകൂടി നിരാശരായിപ്പോയി മാധ്യമങ്ങൾ. നിരാശരായ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു തുമ്പാണ് മന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തി വനം വകുപ്പിനെതിരെ നടത്തിയ വിമർശനം. ആ വിമർശനം ഇതാ സർക്കാരിനെതിരെ വീണ്ടും വൻ വിമർശനവുമായി PV അൻവർ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ നിരത്താൻ നമ്മുടെ മാധ്യമങ്ങൾ റെഡിയായി നിന്നിരുന്നു. അപ്പോഴും പറഞ്ഞു PV അൻവർ, സർക്കാരിനെതിരെയുള്ള വിമർശനമല്ല, നാടിലെ ജനങ്ങളുടെ പൊതുവികാരം പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരു MLA എന്ന നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മന്ത്രിയോടല്ലാതെ ഞാൻ ആരോടാണ് പിന്നെ പറയേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത്. അതോടുകൂടി അതിൻ്റെ മുനയും ഒടിഞ്ഞുപോയി. അപ്പോഴാണ് രോഷം വന്നത്. ആ രോഷമാണ് അന്തിച്ചർച്ചയിൽ പ്രകടമായത് എന്നാണ് PV അൻവർ പറയുന്നത്. PV അൻവറിനെ ഒരു ഗുണ്ടയാക്കൽ പ്രക്രിയയാണ് ചർച്ചയിൽ നടന്നത്. എല്ലാവരും PV അൻവറിനെ എതിർക്കുന്ന എല്ലാവരും കൂടിയിരുന്ന് PV അൻവറിനെ ഗുണ്ടയാക്കാൻ ശ്രമിച്ചു എന്നാണ് PV അൻവർ പോസ്റ്റിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും നല്ലതല്ല. ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകണം, എല്ലാ അഭിപ്രായങ്ങളും അതിൽ നിന്ന് ഉയർന്നു വരണം. അതിനെ തുടർന്ന് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയണം. ഇത് PV അൻവർ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും കൂട്ടി നിർത്തി PV അൻവർ ഒരു ഗുണ്ടയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചർച്ച ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തി എന്നാണ് PV അൻവർ പറയുന്നത്. അത് അങ്ങനെയാണെങ്കിൽ ശരിയല്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് PV അൻവർ ഇത്തരമൊരു പോസ്റ്റ് ഇടേണ്ടി വന്നത്. ആ പോസ്റ്റിന് ഇതുവരെയും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല.